കാർഷിക വാർത്തകൾ. ഏലത്തിന് അനുദിനം ഡിമാൻഡ് ഉയരുന്നു. റബ്ബർ മേഖലയിൽ മഴ വില്ലനാകുന്നു. മാറ്റങ്ങളില്ലാതെ നാളികേര വിപണി. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചതോടെ ഏലത്തിന് അനുദിനം ഡിമാൻഡ് ഉയരുന്നു. ചെറുകിട വൻകിട വ്യാപാര കേന്ദ്രങ്ങളിലും സുഗന്ധറാണിയെ തേടി ആവശ്യക്കാരെത്തുന്നുണ്ട്. വിൽപ്പനക്കാർ ഏലക്ക പതിവിലും കൂടുതൽ ശേഖരിക്കുകയാണ്. ഉത്സവ ദിനങ്ങൾക്ക് തുടക്കം കുറിച്ചതോടെ സുഗന്ധവ്യഞ്ജന വിൽപ്പനയിൽ ഏലക്കയാണ് താരം. ഓണം വരെയുള്ള ദിവസങ്ങളിൽ വിൽപ്പന തോത് വർദ്ധിക്കുമെന്നാണ് വിപണി വൃത്തങ്ങളുടെ വിലയിരുത്തൽ. ഉൽപാദന മേഖലയിൽ നടന്ന ലേലത്തിൽ 96,898 കിലോ ഏലക്ക ഇറങ്ങി. കയറ്റുമതിക്കാരും ഉൽപ്പന്നത്തിൽ താൽപര്യം കാണിച്ചു. കാലവർഷം വീണ്ടും കനത്തതോടെ റബ്ബർ ടാപ്പിംഗ് നടക്കാത്തതിനാൽ ഉൽപാദകർ രംഗത്തുനിന്ന് പിന്തിരിയാൻ നിർബന്ധിതരായി. മഴമറ ഒരുക്കിയ തോട്ടങ്ങളിൽ പോലും പുലർച്ചെ മുതൽ തുടർന്ന മഴ മൂലം കർഷകർ റബ്ബർ ടാപ്പിംഗിൽ നിന്ന് വിട്ടുനിന്നു. കൊച്ചി, കോട്ടയം വിപണികളിൽ ഷീറ്റ് വിലയിൽ നേരിയ ഉണർവ്. 4ാം ഗ്രേഡ് റബ്ബർ കിലോ 190 രൂപയിൽ നിന്ന് 191 രൂപയായി. 5ാം ഗ്രേഡ് 187 രൂപയിലാണ്. രാജ്യാന്തര വിപണിയിലെ മാന്ദ്യം തുടരുന്നതിനാൽ തിരക്കിട്ടുള്ള റബ്ബർ സംഭരണത്തിന് ടയർ നിർമ്മാതാക്കൾ തയ്യാറായില്ല. റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിലും റബ്ബറിൽ നിക്ഷേപ താൽപര്യം കുറവായിരുന്നു. ബാങ്കോക്കിൽ റബ്ബർ വില കിലോ 188 രൂപ. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിലും മാറ്റമില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തേക്ക് തീരുവയില്ലാതെ പരുത്തി ഇറക്കുമതി ചെയ്യുന്നത് ഡിസംബർ 31 വരെ നീട്ടി. പ്രാദേശിക തുണി മേഖലയും കയറ്റുമതിക്കാരെയും പിന്തുണയ്ക്കുകയാണ് ലക്ഷ്യം. പരുത്തി തീരുവ ഇളവിന്റെ കാലാവധി സെപ്റ്റംബർ 30 വരെയായിരുന്നു. പുതിയ പ്രഖ്യാപനത്തോടെ ആഭ്യന്തര പരുത്തി ഇറക്കുമതി ഇളവ് 3 മാസത്തേക്ക് കൂടി നിലനിൽക്കും. കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ അസംസ്കൃത വസ്തുക്കളുടെ വില വർധന തുണി വ്യവസായത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പരുത്തിയുടെ ലഭ്യത ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അസംസ്കൃത പരുത്തി ഇറക്കുമതിക്ക് സാധാരണയായി 11% തീരുവയാണ് ഈടാക്കിയിരുന്നത്. വിതരണ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിത നിരക്കിൽ ഇന്ത്യൻ തുണിത്തരങ്ങൾ ലഭ്യമാക്കുന്നതിനുമാണ് തീരുവ ഇളവ് ലക്ഷ്യമിടുന്നത്. ഇളവ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കോട്ടൺ മിൽ ഓഹരികളിലെല്ലാം നേട്ടത്തിലാണെന്നാണ് വിപണി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അടയ്ക്ക വിപണിയിൽ താരമായി പനങ്കുരു. ഉത്തരേന്ത്യയിൽ നിന്നും ആവശ്യക്കാരേറുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പനങ്കുരു സീസണാണിപ്പോൾ. പച്ചക്കുരുവിന് കിലോയ്ക്ക് 12 രൂപ മുതൽ 15 രൂപ വരെ ലഭിക്കും. പച്ചക്കുരു തൊലി കളഞ്ഞ് പരിപ്പാക്കി കൊടുത്താൽ കിലോയ്ക്ക് 45 രൂപ മുതൽ 60 രൂപ വരെ കിട്ടും. മികച്ച വില ലഭിക്കുമെങ്കിലും വിളവെടുപ്പ് ശ്രമകരമാണെന്നതാണ് വസ്തുത. പന കയറാൻ വിദഗ്ധ തൊഴിലാളികൾ തന്നെ വേണം. പനങ്കുല വെട്ടിയെടുക്കുമ്പോൾ അസഹനീയമായ ചൊറിച്ചിൽ അനുഭവപ്പെടുമെന്നതിനാൽ സാധാരണ തൊഴിലാളികൾ ഇതിനു മെനക്കെടാറില്ല. ശരാശരി 250 മുതൽ 400 കിലോ തൂക്കമാണ് പനങ്കുലയ്ക്കുള്ളത്. പനങ്കുരു ഉത്തരേന്ത്യയിലേക്കാണ് കൂടുതൽ കയറ്റി അയക്കുന്നത്. തമ്പാക്ക്, സുഗന്ധമുറുക്കാൻ തുടങ്ങിയവയ്ക്ക് പനങ്കുരു അസംസ്കൃത വസ്തുവാണ്. പനങ്കുരുവിന്റെ ഉപയോഗം വർദ്ധിച്ചതാണ് അടയ്ക്ക വിലയിടയാൻ കാരണമെന്നും കച്ചവടക്കാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കൻ താരിഫിൽ നിന്നും ചെമ്മീൻ വ്യവസായത്തെ രക്ഷിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്രം. ചെമ്മീന്റെ ആഭ്യന്തര ആവശ്യം വർദ്ധിപ്പിക്കാൻ നീക്കം. ചെമ്മീനുകൾക്ക് ശക്തമായ പ്രാദേശിക വിപണി വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ നേതൃത്വത്തിൽ സർക്കാർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ചെമ്മീനുകളെ ജീവനോടെ മാർക്കറ്റുകളിലെത്തിക്കുക ഉൾപ്പെടെയുള്ള സാധ്യതകളാണ് കർഷകർ ആരായുന്നത്. കർഷകർ, മത്സ്യത്തീറ്റ നിർമ്മാതാക്കൾ, സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി എന്നിവരുൾപ്പെടെയുള്ളവരാണ് കമ്മിറ്റി അംഗങ്ങൾ. ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിനും ന്യായമായ വില ഉറപ്പാക്കുന്നതിനുമായി കർഷകർ തത്സമയ ചെമ്മീൻ കയറ്റി അയക്കൽ, നൂതന വിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങിയ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ശക്തമായ ഒരു ആഭ്യന്തര വിപണിയാണ് ന്യായമായ വില ലഭിക്കാനുള്ള ഏക മാർഗമെന്ന് ചെമ്മീൻ ഫാർമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ബാലസുബ്രഹ്മണ്യൻ V പറഞ്ഞു. ചെമ്മീൻ കഴിക്കുന്നതിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന് സ്റ്റാളുകൾ സ്ഥാപിക്കുന്നതും പരിഗണനയിലുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാഴയിലയ്ക്ക് വില കൂടുന്നു. കേരളത്തിലെത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഇലകൾ. ചിങ്ങം പിറന്നതോടെ കല്യാണവും ആഘോഷങ്ങളുമായി വാഴയില വിപണിയും ഉണർവിലാണ്. കേരളത്തിന്റെ ആവശ്യങ്ങൾക്കായുള്ള വാഴയില പ്രധാനമായും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. കോയമ്പത്തൂർ, തൂത്തുക്കുടി, തഞ്ചാവൂർ, തെങ്കാശി, തിരുനെൽവേലി എന്നിവിടങ്ങളിൽ നിന്നാണ് വാഴയിലെത്തുന്നത്. നാടൻ വാഴയില മണ്ണാർക്കാടും തൃശ്ശൂരിലും കിട്ടുമെങ്കിലും വടിവൊത്ത നാക്കില വേണമെങ്കിൽ തമിഴ്നാടിനെ ആശ്രയിക്കണം. നിലവിൽ മുഴുവൻ ഇല 100 എണ്ണത്തിന്റെ ഒരു കെട്ടിന് 3000 മുതൽ 4000 രൂപ വരെയാണ് വില. 2 ആഴ്ച മുൻപ് വരെ ഒരു കെട്ടിന് 1000 രൂപ വരെയായിരുന്നു. ഉത്രാടത്തലേന്ന് വില ഇനിയും ഉയരുമെന്നാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത്. ഒരു മുഴുവൻ ഇലയിൽ നിന്ന് ഒരു നാക്കില മാത്രമാണ് മുറിച്ചെടുക്കാനാവുക. ഇത്തരത്തിൽ ഒരു കെട്ടിൽ നിന്ന് 70 മുതൽ 80 വരെ നാക്കില മാത്രമാണ് കിട്ടുക. 2 ആഴ്ച മുൻപ് വരെ 5 രൂപയുണ്ടായിരുന്ന ഒരു നാക്കില ഇപ്പോൾ 10 മുതൽ 12 രൂപ വരെ എത്തി നിൽക്കുന്നുണ്ട്. ഇനിയും ഉയർന്നേക്കും. ഇല ശേഖരിക്കാൻ മാത്രം തിരുനെൽവേലി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നാട്ടുവാഴ, ചക്കവാഴ ഉൾപ്പെടെയുള്ള പ്രത്യേക ഇനം വാഴകൾ കൃഷി ചെയ്യുന്നുണ്ട്.
ഇതിന്റെ പച്ചക്കായ കുലകൾക്ക് ആവശ്യക്കാർ കുറവാണ്. അവിയൽ, സാമ്പാർ എന്നിവയ്ക്കായി ഇത് കൂടുതലായും ഉപയോഗിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS4 215, RSS5 212, ലാറ്റക്സ് 150, ജാതിക്ക 310, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 880, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോപ്പരിപ്പ് 330, കുരുമുളക് ഗാർബിൾഡ് 71400, കുരുമുളക് അൺഗാർബിൾഡ് 69400, ഏലയ്ക്ക 2400 മുതൽ 2500 വരെ, വെളിച്ചെണ്ണ 36800, കൊപ്ര 23300, ചുക്ക് 20000.